വേഗത്തിനും കരുത്തിനും പേര് കേട്ട കുറച്ച് വാഹനങ്ങളാണ് ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് നമ്മുടെ കറൻറ്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ കൊല്ലം പാലത്തറയിലാണ് കേട്ടോ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അതും ട്രാവൻകൂർ മെഡിസിറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്, അതായത് നോർമലി ഒരുപാട് വാഹനം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എംജിൻ്റെ തന്നെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പരിചയപ്പെടുന്നത്. എംജിൻ്റെ ഹെക്ടർ പ്ലസ് വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് കേട്ടോ. ഈ ഒരു വാഹനം 2022 മോഡലാണ് കേട്ടോ വരുന്നത്. അത് 9ാം മാസത്തിൽ വരുന്ന വാഹനമാണ്. വെറും 33,600 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് RC ഓണറിൽ വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 6ഓളം വേരിയൻസിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇത് നമ്മൾ 4th വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഹെക്ടർ പ്ലസ് 1.5 CVTയിൽ വരുന്ന വാഹനമാണ്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷറി ഫീല് തരുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അൻഷി സാർ ഒന്ന് പറഞ്ഞു. ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു 7.0 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ പാനറോമിക് സൺറൂഫ്, ഒരു ഡുവൽ ടോൺ ഇന്റീരിയർ ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിട്ട് കംപ്ലീറ്റ് ഒരു ലെതർ സീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. സീറ്റ് കവറാണ്. മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. കർട്ടൻ എയർ ബാഗ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ ഇതിന്റെ ഡ്രൈവർ സീറ്റും ഫ്രണ്ട് ലെഫ്റ്റിൽ വരുന്ന പാസഞ്ചർ സീറ്റും വരുന്നത് പവേർഡ് ആണ് എന്നുള്ളതാണ്. സെക്കൻഡ് സീറ്റിലേക്ക് വരുമ്പോൾ നമുക്കിത് ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. അത് ഫോൾഡബിൾ അല്ല. നമുക്ക് ആ സെൻട്രലുള്ള ചെറിയൊരു ഗ്യാപ്പിലൂടെ വേണം ബാക്കിലേക്ക് 3rd റോ സീറ്റിലേക്ക് പോകാനായിട്ട്. അതോടൊപ്പം തന്നെ 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന 6 എയർ ബാഗോട് കൂടിയുള്ള ഒരു വാഹനം കൂടിയാണ്. പിന്നെ വരുന്ന ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റമാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് പെർഫോമൻസ് വണ്ടി തരുന്നുണ്ട് എന്നുള്ളത് പാട്ട് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ലൊരു ആംബിയൻ ലൈറ്റ് കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? അതെ, നമ്മളൊരു കിഡിലും ഓഫറിൽ തന്നെയാണ് ഈ ഒരു മാസം നമ്മൾ കൊടുക്കുന്നത്. 18,90,000 ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒക്കെ കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് പേജ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹേന്ദ്രയുടെ തന്നെ മറ്റൊരു വാഹനമാണ്. യെസ്, സ്കോർപിയോ. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വാഹനം കൂടിയാണ് അല്ലേ ഇത്. 2023 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 13,214 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 7 സീറ്ററാണ് ഈ ഒരു വാഹനം വരുന്നത്. 2 വീൽ ഡ്രൈവിൽ വരുന്ന വാഹനം കൂടിയാണ്. സിംഗിൾ RC ഓണറിൽ വരുന്ന പെട്രോളിൽ വരുന്ന വാഹനമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് പോകാം. ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സവിശേഷതകൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അൻഷിരി സാർ തന്നെ പറഞ്ഞുതരും. ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിനൊരു സ്പെഷ്യലായിട്ട് പറയാനുള്ളത്? പവേർഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ആനപ്പുറത്തിരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ്. അതായത് ബ്രേക്ക് ചെയ്ത് എടുത്ത് പോകുമ്പോൾ ഒക്കെ അങ്ങനെ വണ്ടി ഇങ്ങനെ ആ ഒരു ഫീല് നമുക്ക്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 23,40,000. അടുത്തതായിട്ട് ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് വെഹിക്കിളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. BMW X1 ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2012 മോഡലിൽ 1,33,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനമാണ്. 3rd RC ഓണറിൽ വരുന്ന വാഹനം കൂടിയാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 8,90,000 രൂപയാണ്. നിലവിലിപ്പോൾ നമ്മുടെ കൊല്ലം ഷോറൂമിലുള്ള ലക്ഷറി വാഹനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ വേറെയും ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ലക്ഷറി ആയിക്കോട്ടെ, പ്രീമിയം സെഗ്മെൻറ്റിലായിക്കോട്ടെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കോട്ടെ, ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഈ കൊല്ലം അല്ലാതെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നമ്മുടെ ഷോറൂം ഉണ്ട്. അവിടെയും 100-ൽ അധികം വാഹനങ്ങൾ അവിടെയും സ്റ്റോക്ക് ഉണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ ഇവിടെ നിലവിൽ നിങ്ങൾക്ക് വാഹനങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഏത് വാഹനമാണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ വിടുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതുമായിരിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ യൂട്യൂബ് പേജും അതുപോലെ ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ കൂടിക്കോളൂ. എന്തായാലും ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഏത് വെഹിക്കിളിൻ്റെയും അപ്ഡേഷൻസ് ഈ ഒരു പേജിലൂടെയൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ കൂടെ തന്നെ കൂടിക്കോളൂ. അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ ടോട്ടൽ വിവരങ്ങൾക്ക് കാര്യങ്ങൾക്കായി നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൻ്റെ വെബ്സൈറ്റ് പേജ് വിസിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ബുക്ക് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ ഫോക്കസ് മോട്ടോഴ്സിന് വാഹനം എടുക്കുന്നവർക്ക് 2 വർഷം വാറൻറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജനുവരിയിലാണ് ലാസ്റ്റ് കേട്ടോ, ജനുവരി 30-ാം തീയതിയാണ് 2 വർഷം വാറൻറ്റിയോട് കൂടി നമ്മൾ വെഹിക്കിൾ കൊടുക്കാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നേരെ 1 വർഷം വാറൻറ്റിയോട് കൂടിയായിരിക്കും നമ്മൾ വാഹനം കൊടുക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ മാസം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഗോൾഡ് കോയിൻ കൊടുക്കുന്ന കാര്യം. അതായത് കഴിഞ്ഞ മാസം ഈ മാസം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് 2 പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുക്കുന്ന കാര്യം. അതിൻ്റെ റിസൾട്ടും ഈ ഒരു മാസം ലാസ്റ്റിലായിരിക്കും വരുന്നത്. നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ലൈവായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കൂടെ കൂടിക്കോളൂ കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോക്കസ് മോട്ടോഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇൻസ്റ്റാഗ്രാം പേജിലായിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഫോക്കസ് മോട്ടോഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് നമ്മളെ കൂടെ താങ്ക് യു.